digestion of cellulose. Carbohydrate digestion നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് cellulose-ന്റെ digestion ആണ്. Cellulose is a glucose polymer and the most important structural material of plant cell. It is a glucose polymer. Cellulose is a glucose polymer and the most important structural material of the plant cell. Cellulose digesting enzymes are altogether absent in the digestive secretion of vertebrates. Vertebrates എന്തില്ല, cellulose digest ചെയ്യിക്കുന്ന enzymes ഇല്ല. ഓർത്ത് വെക്കുക, cellulose digesting enzymes vertebrates absent ആണ്. In all vertebrates and some invertebrates, cellulose digestion is carried by certain symbiotic microorganisms. എന്നാലും vertebrates ഈ ഒരു cellulose digestion നടക്കാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? Symbiotic microorganisms help ചെയ്യുന്നുണ്ട്. Then, what do you mean by symbiotic microorganisms? Symbiotic microorganisms എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സിംബയോസിസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉള്ള ഓർഗാനിസംസ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പം അലിമെന്ററി കനാലിലൊക്കെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ബാക്ടീരിയകളൊക്കെ ഉണ്ട്. അപ്പൊ ബാക്ടീരിയകൾക്കൊക്കെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ ഒക്കെ ലഭിക്കുന്നുണ്ട് അല്ലെ, അവർക്ക് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ലഭിക്കുന്നുണ്ട്. തിരിച്ച് ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ സെല്ലുലോസിന്റെ ഡൈജഷൻ ഒക്കെ വേണ്ടി വെർട്ടിബ്രേറ്റ്സിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, these organisms are believed to produce two enzymes, cellulase and cellobiase. ഓർത്ത് വെക്കുക, സെല്ലുലോസ് ഡൈജഷൻ വെർട്ടിബ്രേറ്റ്സിൽ സെല്ലുലോസ് ഡൈജഷൻ നടത്താനായിട്ട് ഈ ഒരു ഡൈജസ്റ്റീവ് എൻസൈം ഇല്ല. But the symbiotic microorganisms helps in the vertebrates for digestion of cellulose. The symbiotic microorganisms produce two types of cellulose digesting enzymes like cellulase and cellobiase. രണ്ട് enzymes നമ്മൾ പറഞ്ഞു. ഇതിൽ ഫസ്റ്റ് വൺ cellulase ഉണ്ട്, then cellobiase ഉണ്ട്. ആദ്യം cellulase എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. It breaks down the cellulose to cellulose. Okay, cellulase breaks down the cellulose to cellulose. സെല്ലുലോസിനെ എന്താക്കി മാറ്റുന്നു? സെല്ലോബയോസ് ആക്കി മാറ്റുന്നു. Then symbiotic microorganisms cellobiase എന്ന് പറയുന്ന മറ്റൊരു എൻസൈം കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ഈ ഒരു എൻസൈം എന്ത് ചെയ്യുന്നു? It hydrolyzes the cellobiose to glucose units. Okay, ആദ്യം സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം സെല്ലുലോസിനെ സെല്ലോബയോസ് ആക്കി മാറ്റുന്നു. ഈ സെല്ലോബയോസിനെ ഗ്ലൂക്കോസ് യൂണിറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഈ സെല്ലോബയോസിനെ ഗ്ലൂക്കോസ് യൂണിറ്റ് ആക്കി മാറ്റുന്നത് ആരാണ്? അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഓർത്ത് വെക്കുക, സെല്ലോബയേസ്. മാറിപ്പോകരുത് കേട്ടോ. സിംബയോട്ടിക് സെല്ലുലോസ് ഡൈജഷൻ ഹാസ് ബീൻ റിപ്പോർട്ടഡ് ഫ്രം സ്നെയിൽ, termites, then ruminant mammals, non-ruminant herbivorous mammals, etc. Pterido and silverfish are believed to digest cellulose by their own enzymes. അവരുടെ എൻസൈംസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ടെറിഡോയ്ക്കും അതുപോലെ തന്നെ സിൽവർ ഫിഷിനും അവരുടെ ശരീരത്തിലുള്ള എൻസൈം യൂസ് ചെയ്തുകൊണ്ട് തന്നെ സിംബയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ടെറിഡോയും സിൽവർ ഫിഷും they have their own enzymes and with the help of these enzymes they digest the cellulose. In ruminant mammals, rumen of the stomach is the center of cellulose digestion. Ruminant mammals എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ കൗവിന്റെ ഒക്കെ കേസിൽ റൂമൻ പ്രസന്റ് ആണ്. റൂമൻ എന്ന് പറയുന്ന പോർഷൻ പ്രസന്റ് ആണ്. കൗവിന്റെ ഒക്കെ സ്റ്റൊമക്കിന്റെ ഒരു ഭാഗമാണ് റൂമൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റുമിനന്റ് ആയിട്ടുള്ള മാമൽസ് എന്നവയെ പറയുന്നത്. അവരുടെ കേസിലൊക്കെ റൂമനിൽ വെച്ചിട്ടാണ് പ്രധാനമായിട്ടും സെല്ലുലോസ് ഡൈജഷൻ നടക്കുന്നത്. കാരണം ഈ റൂമനിലാണ് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് കാണുന്നത്. In sloths and langomonkeys, stomach is multi-component and it serves as a center of cellulose digestion. In some marsupials and the quokkas, stomach is rumen-like for cellulose digestion. In other non-ruminant mammals, symbiotic cellulose digestion occurs in the cecum. Cecum-ത്തിൽ വെച്ചിട്ടാണ് സിംബയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ഹെൽപ്പോട് കൂടിയുള്ള സെല്ലുലോസ് ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുമിനന്റ് മാമൽസിൽ റൂമനിലാണ് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സെല്ലുലോസിന്റെ ഡൈജഷൻ കൂടുതലായിട്ട് റുമിനന്റ് മാമൽസിൽ കാണുന്നത് എവിടെയാണ്? റൂമനിലാണ്. ഓക്കെ,
But in the case of non-ruminant mammals, symbiotic cellulose digestion occurs in the cecum. Okay, cecum, colon, rectum. Large intestine ഭാഗങ്ങളാണ്. Large intestine ആദ്യത്തെ പോർഷൻ ആണ് cecum. അപ്പോൾ സീക്കത്തിൽ വെച്ചിട്ടാണ് non-ruminant mammals സെല്ലുലോസിന്റെ ഡൈജഷൻ നടക്കുന്നത്. Next is digestion of proteins. Proteins are the polymers of amino acid residues. Proteins are the polymers of amino acid residues bound together by peptide bonds. Okay, peptide bonds ആണ് ഓരോ അമിനോ ആസിഡ്സിനെയും കണക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. The digestive enzymes which attack these peptide bonds are called as proteases. പ്രോട്ടീൻ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ നമുക്ക് എന്ത് പറയാം? പ്രോട്ടിയേസസ് എന്ന് പറയാം. ഈ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നു? ഈ പെപ്റ്റൈഡ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നു. Okay, the digestive enzymes which attack these peptide bonds are called as proteases. Protein digesting enzymes are of two types. രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസിന്. ഏതൊക്കെയാണ്? എൻഡോപെപ്റ്റിഡേസസും എക്സോപെപ്റ്റിഡേസസും. Okay, protein digesting enzymes includes endopeptidases and exopeptidases. First one is endopeptidases which attack the interior peptide. Then exopeptidases which attack the terminal peptide bonds. അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസിനെ നമുക്ക് എന്ത് പറയാം? പ്രോട്ടിയേസസ് എന്ന് പറയാം. ഈ പ്രോട്ടിയേസസ് പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പ്സ് ആണുള്ളത്. എൻഡോപെപ്റ്റിഡേസസും ഉണ്ട്, എക്സോപെപ്റ്റിഡേസസും ഉണ്ട്. എൻഡോപെപ്റ്റിഡേസസ് എന്ത് ചെയ്യുന്നു? വിച്ച് അറ്റാക്ക് ദ ഇന്റീരിയർ പെപ്റ്റൈഡ് ബോണ്ട്. ഇന്റീരിയർ പെപ്റ്റൈഡ് ബോണ്ട്, ഇടയിലുള്ള പെപ്റ്റൈഡ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നു. ദെൻ എക്സോപെപ്റ്റിഡേസസ് വിച്ച് അറ്റാക്ക് ദ ടെർമിനൽ പെപ്റ്റൈഡ് ബോണ്ട്സ്. ടെർമിനൽ പെപ്റ്റൈഡ് ബോണ്ട്സിനെയാണ് ആര് ബ്രേക്ക് ചെയ്യുന്നത്? എക്സോപെപ്റ്റിഡേസസ് എന്ന് പറയുന്ന എൻസൈംസ് ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നത്. ഡൈജസ്റ്റീവ് പ്രോട്ടിയേസസ് ആർ ഓഫ് ടു ടൈപ്സ് നമ്മൾ പറഞ്ഞു, എൻഡോപെപ്റ്റിഡേസസും എക്സോപെപ്റ്റിഡേസസും. Then endopeptidases includes pepsin, then renin, trypsin, chymotrypsin, elastase, etc. ഇതിൽ എൻഡോപെപ്റ്റിഡേസസിനും എക്സോപെപ്റ്റിഡേസസിനും എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വയ്ക്കാം. എൻഡോപെപ്റ്റിഡേസസ് includes pepsin, renin, trypsin, chymotrypsin and elastase. Then exopeptidases which includes carboxypeptidases, aminopeptidases, dipeptidases and tripeptidases. ഈ ഓരോ എൻസൈംസിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. So first one is pepsin. It is a proteolytic enzyme. Pepsin is a proteolytic enzyme. It is a proteolytic enzyme and it is secreted by the gastric glands. Gastric glands ആണ് പെപ്സിനെ സെക്രീറ്റ് ചെയ്യുന്നത്. Okay, it is secreted by the gastric glands as an inactive precursor or proenzyme called as pepsinogen. പെപ്സിനോജൻ എന്നുള്ള ഒരു ഇനാക്റ്റീവ് ഫോം അല്ലെങ്കിൽ ഒരു പ്രോ എൻസൈം ആയിട്ടാണ് പെപ്സിൻ സെക്രീറ്റ് ചെയ്യുന്നത്. പെപ്സിൻ എന്നുള്ള അത് ഡയറക്റ്റ് ആയിട്ട് അല്ല ഫോം ചെയ്യുന്നത്, അതൊരു ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനോജൻ അല്ലെങ്കിൽ ഒരു പ്രോ എൻസൈം ആയിട്ടുള്ള പെപ്സിനോജനെ ആയിട്ടാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു പെപ്സിനോജൻ HCl-ഉമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? അത് ആക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ? ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ദി HCl. The pepsinogen in active form, pepsinogen, it is converted into active form by the HCl. Sometimes it may be activated by active pepsin also. ചില സമയങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനും എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ ഈ പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റാനായിട്ട് കഴിയും. ഇതിന് നമുക്ക് എന്താ പറയാം? ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓട്ടോ കാറ്റലിറ്റിക് activation. I repeat, sometimes it may be activated by active pepsin also and it is called as autocatalytic activation. ഓർത്ത് വെക്കുക കേട്ടോ. Action of pepsin results in the breakdown of proteins. Action of pepsin results in the breakdown of proteins or polypeptides into short fragments. Proteins അല്ലെങ്കിൽ polypeptides ചെറിയ ചെറിയ fragments ആയിട്ട് മാറാൻ pepsin help ചെയ്യുന്നു. Then next is renin. Renin is a milk coagulating enzyme. It is a milk coagulating enzyme found in the gastric juice of cows but absent in adults. ഈ renin adultsൽ absent ആണ്, എന്നാൽ cows-ൽ ഇത് present ആണ്. It coagulates or curdles milk by converting the milk protein casein to paracasein in the presence of calcium ions. I repeat, it coagulates. Renin coagulates or curdles the milk by converting the milk protein casein. Milk protein casein ne എന്താക്കി മാറ്റുന്നു? പാരാകസൈൻ ആയിട്ട് മാറ്റുന്നു. In the
presence of calcium ions. Then paracasein precipitates as calcium paracasinate, which forms the curd. Paracasein, it precipitates as calcium paracasinate. It precipitates as calcium paracasinate, which forms the curd. Then next is trypsin. It is an endopeptidase. It is an endopeptidase found in the pancreatic juice of vertebrates. എവിടെയാണ് കാണുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസിലാണ്. വെർട്ടിബ്രേറ്റ്സിന്റെ പാൻക്രിയാറ്റിക് ജ്യൂസിലാണ് ട്രിപ്സിൻ കാണുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ് ആക്റ്റീവ് ഇൻ എ സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയം. ട്രിപ്സിൻ ഈസ് ആക്റ്റീവ് ഇൻ സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയം. അതായത് pH ഒരു 7 to 9 pH ഉള്ള ഒരു മീഡിയത്തിലാണ് ട്രിപ്സിൻ ആക്റ്റീവ് ആയിരിക്കുക. ആൽക്കലൈൻ മീഡിയത്തിലാണ് ഇത് ആക്റ്റീവ് ആവുന്നത്. ഇറ്റ് ഹൈഡ്രലൈസസ് ദ പെപ്റ്റൈഡ് ബോണ്ട്സ് ദാറ്റ് ആർ അഡ്ജസന്റ് ടു ദ ബേസിക് amino acids. The action of trypsin also results in the formation of short chain oligopeptides. I repeat, the action of trypsin also results in the formation of short chain oligopeptides. Pancreas secretes trypsin as an inactive proenzyme called as trypsinogen. അപ്പോൾ trypsinogen എന്നുള്ള ഫോമിലാണ് ഇത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. Okay, it is secreted by pancreas. ഓർത്ത് വയ്ക്കുക, pancreas. Pancreas secrete trypsin as an inactive proenzyme. Inactive proenzyme trypsinogen. Trypsinogen ആയിട്ടാണ് ഇത് കാണുന്നത്. Then this trypsinogen, it is activated by enterokinase. Trypsinogen ഇത് ആക്ടിവേറ്റ് ആണ്. Trypsinogen, it is converted into active form trypsin. It is converted into active form trypsin by the activity of the enzyme enterokinase. Enterokinase എന്ന് പറയുന്ന എൻസൈം ഈ ഒരു ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കൈമോട്രിപ്സിനെ കുറിച്ചാണ്. പാൻക്രിയാറ്റിക് എൻഡോപെപ്റ്റിഡേസസ്, ഇതൊരു പാൻക്രിയാറ്റിക് എൻഡോപെപ്റ്റിഡേസ് ആണ്. Then very much similar to trypsin. It is a pancreatic endopeptidase. Chymotrypsin is a pancreatic endopeptidase. Very much similar to trypsin. It attacks the peptide bonds which are adjacent to aromatic amino acids. Chymotrypsin attack the peptide bonds which are adjacent to aromatic amino acids such as tyrosine, phenylalanine, tryptophan and methionine. Then pancreas secretes chymotrypsin as the inactive proenzyme chymotrypsinogen. Pancreas തന്നെയാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? കൈമോട്രിപ്സിനോജൻ എന്നുള്ള ഇനാക്റ്റീവ് ഫോം അല്ലെങ്കിൽ ഒരു പ്രോ എൻസൈം സെക്രീറ്റ് ചെയ്യുന്നത്. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ട്രിപ്സിൻ ഇൻ ആൻ ആൽക്കലൈൻ മീഡിയം. ഓക്കെ, ആൽക്കലൈൻ മീഡിയത്തിൽ വെച്ചിട്ട് പിന്നീട് അത് ആക്റ്റീവ് ഫോം ആയിട്ടുള്ള കൈമോട്രിപ്സിനായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൈമോട്രിപ്സിനോജൻ എന്നുള്ള പ്രോ എൻസൈം പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നു? ട്രിപ്സിൻ ഇതിനെ ഈ ഒരു കൈമോട്രിപ്സിനോജനെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള കൈമോട്രിപ്സിനാക്കി മാറ്റുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇലാസ്റ്റേസ് പാൻക്രിയാറ്റിക് എൻഡോപെപ്റ്റിഡേസ് ആണ് ഈ ഒരു ഇലാസ്റ്റേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാൻക്രിയാറ്റിക് എൻഡോപെപ്റ്റിഡേസസ് characteristically found in mammals-ലാണ് കാണുന്നത്. It is secreted as an inactive zymogen called proelastase. Proelastase ആയിട്ടാണ് ഇത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. Which subsequently loses a small peptide and becomes the active enzyme. പിന്നീടാണ് ഇത് ഇലാസ്റ്റേസ് ആയിട്ട് മാറുന്നത്. Okay, it is secreted as an inactive zymogen called proelastase and which subsequently loses a small peptide and become the active enzyme. Elastase attacks many proteins. Elastase എന്ത് ചെയ്യുന്നു? പല പ്രോട്ടീൻസിനെയും അറ്റാക്ക് ചെയ്യുന്നു. Then elastase has been detected in chicken and fishes but absent in cyclostomes. Then carboxypeptidases. അടുത്തത് carboxypeptidases. നോക്കാം. Pancreatic exopeptidase ആണ് ഇവ. Pancreatic exopeptidases ആണ് ഇവ. It attacks the terminal peptide bonds and secreted in an inactive form called as procarboxypeptidases. Carboxypeptidasesന്റെ inactive form ഓർത്ത് വയ്ക്കുക, procarboxypeptidases, and it is activated by trypsin or enterokinase. It is activated by trypsin or enterokinase. ഇവിടെ കാർബോക്സിപെപ്റ്റിഡേസസിന്റെ പ്രോ എൻസൈം ആണ് ഏതാ? procarboxypeptidases.
പ്രോകാർബോക്സിപെപ്റ്റിഡേസസിനെ ആക്റ്റീവ് ഫോം ആക്കി മാറ്റുന്നത് ആരൊക്കെയാണ്? ട്രിപ്സിനും എൻജിറോകൈനേസും ആണ്. Then aminopeptidases. These are pancreatic and intestinal exopeptidases which attack the terminal peptide bond and remove a terminal amino acid that has a free amino group, respectively releasing amino acids. Okay, aminopeptidases എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are pancreatic and intestinal exopeptidases which attack the terminal peptide bonds. Terminal peptide bonds നെയാണ് ഇവ പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യുന്നത്. And remove a terminal amino acid that has a free amino group, respectively releasing amino acids. Next is dipeptidases and tripeptidases. Intestinal exopeptidases are which degrade the dipeptides and tripeptides, respectively releasing amino acids. Intestinal exopeptidases are dipeptidases and tripeptidases. Okay, they degrade the dipeptides and tripeptides, respectively releasing amino acids. Then ഇതിന്റെ ഒരു സമ്മറി നമുക്കൊന്ന് നോക്കാം. അതായത് പ്രോട്ടീൻ ഡൈജഷന്റെ ഒരു സമ്മറിയാണ് അടുത്തതായിട്ട് പറയുന്നത്. ഗ്യാസ്ട്രിക് ഡൈജഷൻ ആദ്യം നോക്കാം. പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ്. പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിലാണ്. അപ്പൊ ആദ്യം സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഡൈജഷൻ നോക്കാം. പ്രോട്ടീൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഒലിഗോപെപ്റ്റൈഡ്സ്. Protein, it is converted into oligopeptides by the activity of the enzyme gastric pepsin. Okay, protein എന്തായിട്ട് മാറുന്നു? Oligopeptide ആയിട്ട് മാറുന്നു by the activity of the enzyme gastric pepsin. Then casein, it is converted into paracasein by gastric renin. Okay, stomachil വെച്ചിട്ട് gastric reninന്റെ ഹെൽപ്പോടുകൂടി casein എന്തായിട്ട് മാറുന്നു? Paracasein ആയിട്ട് മാറുന്നു. Then intestinal digestion of protein. Protein, it is converted into oligopeptides by pancreatic endopeptidases. Pancreatic endopeptidases ന്റെ സഹായത്താൽ protein oligopeptides ആയിട്ട് മാറുന്നു. Then protein pancreatic trypsin oligopeptides ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ പ്രോട്ടീനെ pancreatic chymotrypsin എന്താക്കി മാറ്റുന്നുണ്ട്? oligopeptides ആക്കി മാറ്റുന്നുണ്ട്. Elastin, it is converted into oligopeptides by the activity of pancreatic elastase. Then oligopeptides വീണ്ടും break down ചെയ്യുന്നുണ്ട്. It is converted into tripeptides and dipeptides by the enzyme pancreatic and intestinal exopeptidases. Oligopeptidases are converted into tripeptides and dipeptides by the activity of the enzyme pancreatic and intestinal exopeptidases. Tripeptides are converted into dipeptides and amino acids by the activity of the enzyme intestinal tripeptidase. Tripeptides എന്താക്കി മാറ്റുന്നു? ഡൈപെപ്റ്റൈഡ്സും അമിനോ ആസിഡ്സും ആക്കി മാറ്റുന്നു. ഓക്കെ, ഡൈപെപ്റ്റൈഡ്സിനെ പിന്നീട് അമിനോ ആസിഡ് ആയിട്ട് മാറ്റുന്നത് പാൻക്രിയാറ്റിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ എക്സോപെപ്റ്റിഡേസസ് ആണ്. Dipeptides are converted into amino acids by the activity of the enzyme pancreatic and intestinal exopeptidases. Pancreatic അതുപോലെ തന്നെ intestinal exopeptidases കൂടി ഡൈപെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. Then dipeptides are converted into amino acids by pancreatic carboxypeptidases. Next is protein digestion in invertebrates. Invertebrates-ലുള്ള protein digestion എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. A pepsin-like enzyme which acts in an acidic medium is absent in most invertebrates. A pepsin-like enzyme which acts in acidic medium is absent in most invertebrates. നമുക്കറിയാം പെപ്സിൻ എന്ന് പറയുന്നത് അസിഡിക് മീഡിയത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? വെർട്ടിബ്രേറ്റ്സിലൊക്കെ ആണെങ്കിൽ പെപ്സിൻ ഒരു HCl നമ്മുടെ സ്റ്റൊമക്കിലുണ്ട്. അപ്പോൾ ആ ഒരു അസിഡിക് മീഡിയത്തിലാണ് പെപ്സിനോജൻ ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനായി മാറുന്നത്. എന്നാൽ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ എങ്ങനെയാ നോക്കാം. പെപ്സിൻ ലൈക്ക് എൻസൈം വിച്ച് ആക്ട്സ് ഇൻ എൻ അസിഡിക് മീഡിയം ഈസ് ആബ്സെന്റ് ഇൻ മോസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഇത് ആബ്സെന്റ് ആണ്. ഓൾദോ ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ ദ മാഗോട്സ് ഓഫ് ഹൗസ് ഫ്ലൈന്റെ മാഗോട്സിൽ ഇത് കാണുന്നുണ്ട്. Then trypsin-like and chymotrypsin-like enzymes have already been detected in several coelenteroids, crustaceans, insect larvae, and echinoderms. Trypsin and chymotrypsin-like enzymes have already been detected in several coelenteroids, crustaceans, insect larvae, and echinoderms.
Carboxypeptidases and other types of peptidases. Carboxypeptidases and other types of peptidases have also been found in the intestine of invertebrates. Next is lipid digestion in vertebrates. It is mediated by gastric, pancreatic and intestinal lipases and intestinal esterases. Lipid digestion mediate ചെയ്യുന്നത് vertebrates mediate ചെയ്യുന്നത് ഏതൊക്കെ enzymes ആണ്? Gastric, pancreatic and intestinal lipases and intestinal esterases. Gastric lipases acts only on previously emulsified fat. Gastric lipases act ചെയ്യുന്നത് emulsified ഫാറ്റുമായിട്ടാണ്. Then this initial emulsification is brought about by pepsin or renin. Large and complex fat globules are converted into small and simple fat droplets by the process emulsification. Emulsification എന്നുള്ള പ്രോസസ്സ് വഴി ഈ ലാർജ് ഗ്ലോബ്യൂൾസ് ഫാറ്റിന്റെ ലാർജ് ഗ്ലോബ്യൂൾസ് എന്തായിട്ട് മാറുന്നു? ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറുന്നു. എമൾസിഫിക്കേഷന് വേണ്ടി ആര് സഹായിക്കുന്നു? ബൈല് ഹെൽപ്പ് ചെയ്യുന്നു. Large and complex fat globules are converted into small and simple fat droplets by emulsification. Emulsification ആണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. Pancreatic and intestinal lipases acts on emulsified fats in the intestinal lumen. Pancreatic and intestinal lipases acts on emulsified fat in the intestinal lumen. Intestinal lumen വെച്ചിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. This emulsification is brought about by bile. Bile salts activate the lipases and protect them from unfolding. Bile salts, it activate the lipases. Lipases activate ചെയ്യുന്നു and protect them from unfolding. Then next is summary of lipid digestion. അപ്പോൾ ലിപ്പിഡിന്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിലാണ്. ഗ്യാസ്ട്രിക് ഡൈജഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഫാറ്റ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എമൾസിഫൈഡ് ഫാറ്റ് ബൈ പെപ്സിൻ ആൻഡ് റിനിൻ. പെപ്സിൻ, റിനിൻ എന്നിവ എന്ത് ചെയ്യുന്നു? ഫാറ്റിനെ എമൾസിഫൈഡ് ഫാറ്റ് ആക്കി മാറ്റുന്നു. എമൾസിഫൈഡ് ഫാറ്റ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ബൈ ഗ്യാസ്ട്രിക് ലിപ്പേസ്. The enzyme gastric lipase converts the emulsified fat into fatty acids and glycerol. Then intestinal digestion. Intestinal എങ്ങനെയാണ് ഇതിന്റെ ഡൈജഷൻ എന്ന് നോക്കാം. Fat, it is converted into emulsified fat by triglyceride and bile salt. In the intestine, the triglyceride and bile salts converts the fat into emulsified fat. Emulsified fat, it is converted into fatty acids and glycerol by pancreatic lipase. Pancreatic lipase emulsified fat നെ fatty acids ഉം glycerols ഉം ആക്കി മാറ്റുന്നു. Emulsified fat intestinal lipase diglycerides and monoglycerides ഉം ആക്കി മാറ്റുന്നുണ്ട്. Then di and monoglycerides are converted into fatty acids and glycerol by the activity of the enzyme intestinal esterases. Then lipid digestion in invertebrates. Invertebrates എങ്ങനെയാണ് lipid digestion നോക്കാം. Lipases and esterases bring about the lipid digestion in invertebrates. Lipases and esterases bring about the lipid digestion in invertebrates. In protozoans, lipases and carboxylic esterases are found to be involved in lipid digestion in food vacuoles. Simple digestive esterases are predominant in most invertebrates such as nematodes, polychaetes, crustaceans, insects, bivalve mollusks, gastropods and echinoderms. Simple digestive esterases are predominant in most of the invertebrates like nematodes, polychaetes, crustaceans, insects, bivalve mollusks and gastropods and echinoderms. അവസാനമായിട്ട് നമ്മൾ പറയുന്നത് ന്യൂക്ലിക് ആസിഡ്സിന്റെ ഡൈജഷൻ ആണ്. നോക്കാം. ഡൈജഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. They are digested by nucleolytic enzymes found in the intestinal juice. Intestinal juiceലുള്ള nucleolytic enzymes ആണ് ഇതിനെ സഹായിക്കുന്നത്. ന്യൂക്ലിക് ആസിഡ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്. Nucleolytic enzymes are of 3 types. Nucleolytic enzymes എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. Nucleases, phosphatases and nucleosidases. ഏതൊക്കെയാണ്? Nucleases, phosphatases and nucleosidases. നോക്കാം. Nucleases hydrolyze the nucleic acids to nucleotides. Nucleases എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? RNAs ഉം DNAs ഉം ആണ് വരുന്നത്.
Then second one is phosphatases. It hydrolyzes the nucleotides into nucleosides. Nucleosides and phosphoric acid. Nucleosides and phosphoric acid. Then nucleosidases. Then it degrade the nucleosides into free sugars and nitrogen bases. അപ്പോൾ ഇവിടെ ന്യൂക്ലിക് ആസിഡിന്റെ ഡൈജഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. They are digested by nucleolytic enzyme. Nucleolytic enzymes എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ന്യൂക്ലിയേസസ്, ഫോസ്ഫേറ്റേസസ്, ന്യൂക്ലിയോസൈഡേസസ്. ഇത് മൂന്നും എന്താ ചെയ്യുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ന്യൂക്ലിയേസസ് ഹൈഡ്രോലൈസസ് ദ ന്യൂക്ലിക് ആസിഡ് ടു ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയേസസിന് എക്സാമ്പിൾസ് ആണ് RNases-ഉം DNases-ഉം. അപ്പൊ ഇത്രയുമാണ് ന്യൂക്ലിക് ആസിഡ്സിന്റെ ഡൈജഷനെ കുറിച്ച് ഇവിടെ ഓർത്ത് വെക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഡൈജഷനെ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ്. ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.